ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുൻപ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the range of the function f of x equal to modulus of x minus 5 divided by x minus 5 where x element of r x not equal to 5. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ? f of x equal to x minus 5 divide modulus of x minus 5 divided by x minus 5, x element of r ആണ്. x is not equal to 5 എന്നും തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് x 5 ആവാൻ പാടില്ല എന്ന് പറയുന്നത്? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. 5 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് x not equal to 5 ആണെന്ന് നമുക്കറിയാം. ദെൻ എന്താ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ റേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണ് വരിക. ഒന്ന് എക്സ് മൈനസ് 5 എന്നുള്ളതും ഒന്ന് മൈനസ് ഓഫ് എക്സ് മൈനസ് 5. അങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഞാൻ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് എക്സ് മൈനസ് 5. എക്സ് മൈനസ് 5നെ എക്സ് മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്, അല്ലേ? 1 എന്ന് കിട്ടി. അത് എപ്പോഴാണ്? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5 ആവുമ്പോൾ, അല്ലേ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5 ആവുമ്പോൾ. ദെൻ അടുത്തത് എന്താണ്? മൈനസ് ഓഫ് എക്സ് മൈനസ് 5 എന്നുള്ള ഒരു കേസും കൂടി ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിട്ട് വരും? മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5. സോ എക്സ് മൈനസ് 5ഉം എക്സ് മൈനസ് 5ഉം കട്ട് ചെയ്ത് പോയിട്ട് അവിടെ -1 എന്നാണ് വരിക. വെൻ എക്സ് ലെസ് ദാൻ 5, എക്സ് ലെസ് ദാൻ 5 ആവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വരിക -1ഉം ഗ്രേറ്റർ ദാൻ 5 ആവുമ്പോൾ കിട്ടുക നമുക്ക് 1 എന്നുള്ളതുമാണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇതിന്റെ റേഞ്ച് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്തൊക്കെ വാല്യൂസ് ആ വരുന്നത്? 1ഉം -1ഉം ആണ്. സോ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് -1 1 ആണ്. -1 ആണ് ആൻസർ വരുന്നത്. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് അങ്ങനെയല്ല, ഇവിടെ സെറ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ സെറ്റ് -1 1 ആണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് എ സ്ട്രേറ്റ് ലൈൻ മേക്സ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് L ഓൺ ദ ആക്സസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 3, 2, then the value of L is ഓപ്ഷൻ എ 2/3, ഓപ്ഷൻ ബി 3/2, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഉണ്ടാക്കുകയാണ് L ഓൺ ദ ആക്സസ്, രണ്ട് ആക്സസിലും. ദെൻ പാസസ് ത്രൂ ദ പോയിന്റ്, എന്നിട്ട് 3, 2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് L? ദെൻ ദ വാല്യൂ ഓഫ് L എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇങ്ങനെയാണ് എക്സ് ആക്സസും വൈ ആക്സസും വരും. അതിലെ സ്ലോപ്പ് സ്ട്രേറ്റ് ലൈൻ മേക്ക് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ A0, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0B. ഈ ഒരു ലൈനിലെ പോയിന്റ് ആണ് എന്ത്? 3, 2, അല്ലെങ്കിൽ ആ 3, 2 എന്ന പോയിന്റിലൂടെയാണ് ലൈന് പാസ് ചെയ്തു പോകുന്നത്. 3, 2 എന്നുള്ള പോയിന്റിലൂടെ. അപ്പോൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം നമുക്കറിയാം. x/a പ്ലസ് y/b ഈക്വൽ ടു 1 എന്നാണ് ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം a ഈക്വൽ ടു b എന്നുള്ളതാണ്. അപ്പോൾ x/a പ്ലസ് y/bക്ക് പകരം നമ്മൾ a എന്ന് തന്നെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ x പ്ലസ് y/a ഇസ് ഈക്വൽ ടു 1 ആണ്, വിച്ച് ഇംപ്ലൈസ് x പ്ലസ് y ഇസ് ഈക്വൽ ടു a ആണ്. എക്സ് പ്ലസ് വൈന്റെ വാല്യൂ, അല്ലെങ്കിൽ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എയുടെ വാല്യൂ ആണ്. അപ്പൊ ആ വാല്യൂ തന്നെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് 3, 2 ആയതുകൊണ്ട് അതിലെ എക്സ് എന്ന് പറയുന്നത് 3ഉം വൈ എന്ന് പറയുന്നത് 2 ആണ്. സോ 3 + 2 ദാറ്റ് ഈസ് 5. a ഈക്വൽ ടു 5 എന്നാണ് ആൻസർ. അപ്പോൾ എയുടെ വാല്യൂ ആണ് നമ്മളോട്, ഇതിലെ വാല്യൂ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ a ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ ഈ a എന്ന് പറയുന്നത് എന്താണ്? ഈ Lന്റെ വാല്യൂ ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് 5 ആണ്.
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The straight line x minus 1 divided by 2 equal to y minus 3 divided by 3 equal to z minus 4 divided by minus 1 lies in the plane. ആ പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. x minus 2y minus 4z plus 7 equal to 0 minus x plus 2y plus 4z plus 7 equal to 0 x minus 2y minus 4z plus 21 equal to 0 minus x plus 2y plus 4z plus 21 equal to 0. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 3 പോയിന്റ്സ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു. 1, 3, 4. അതായത് എക്സ് എന്ന് പറയുന്നത് 1, y എന്ന് പറയുന്നത് 3, z എന്ന് പറയുന്നത് 4. അപ്പോൾ 1, 3, 4 എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. ഈ തന്നിരിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഈ പോയിന്റ് ഏത് ഇക്വേഷനിൽ ഇടുമ്പോഴാണ്, ഇട്ട് കൊടുക്കുമ്പോഴാണ്, വാല്യൂ കൊടുക്കുമ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. അത് തന്നെയാണ് ആ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 3 ഇൻറ്റു 2 6 ആണ്. മൈനസ് 4 ഇൻറ്റു 4 16 ആണ്. പ്ലസ് 7. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല. 7 പ്ലസ് 1 8 ആണ്. 16 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 22 ആണ്. മൈനസ് 22ഉം പ്ലസ് 8ഉം ആണ് വരിക, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ അതല്ല ആൻസർ. രണ്ടാമത്തെ ഇക്വേഷനിലും ഇതുപോലെ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു 2 2y ആയതുകൊണ്ട് 3 ഇൻറ്റു 2 6 പ്ലസ് 4 ഇൻറ്റു 4 16 പ്ലസ് 7. അപ്പോൾ ഇവിടെ മൈനസ് 1ഉം 7ഉം ആവുമ്പോൾ 6 വരും. 6 പ്ലസ് 6 12 ആണ്. 12 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 28 വരും. അതും നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ സെക്കൻഡ് ഇക്വേഷനും അല്ല. ഇനി തേർഡ് ഇക്വേഷൻ അതിൽ നമ്മൾ 1ന്റെയും എക്സിന് 1ഉം വൈക്ക് 3ഉം സെഡിന് 4ഉം കൊടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് 6 മൈനസ് 16 പ്ലസ് 21. 21ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 22 കിട്ടും. 22 മൈനസ് 16 പ്ലസ് 16 എന്ന് പറയുന്നതും 22 ആണ്. 22 മൈനസ് 22 0 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മൈനസ് 1 പ്ലസ് 6 പ്ലസ് 16 പ്ലസ് 21 ഈക്വൽ ടു 0 ആണോ എന്നുള്ളത് നോക്കണം. 16 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 22 ആണ് വരിക. ഇവിടെ 20യും വരും. 20 പ്ലസ് 22 എന്ന് പറയുമ്പോൾ 42 ആണ് വരിക, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എക്സ് മൈനസ് 2y മൈനസ് 4z പ്ലസ് 21 ഈക്വൽ ടു 0. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. 2 dice are thrown once. 2 ഡൈകൾ ത്രോ ചെയ്യാണ്. The probability of getting an even number on first die. ഫസ്റ്റ് ഡൈയിൽ ഈവൻ നമ്പർ കിട്ടുകയും വേണം, അതിന്റെ ടോട്ടൽ 8 ആവുകയും ചെയ്യുന്നതിന്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Probability of an event is equal to number of favorable outcomes divided by total number of outcomes. അപ്പോൾ ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ആദ്യത്തെ ഡൈയില് ഈവൺ നമ്പേഴ്സ് വരണം. ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്? 2ഉം 4ഉം 6ഉം മാത്രമാണ് ഈവൺ നമ്പേഴ്സ് വരുന്നത്. അതിന്റെ ടോട്ടല് 8 ആവുകയും വേണം. അതായത് ഒരു ഇവന്റ് എന്ന് പറയുന്നത് എന്താ, 2 ഡൈകൾ ത്രോ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഇപ്പോൾ 2 നമ്പേഴ്സ് അവിടെ വരും. ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുകയും വേണം. അതിലത്തെ ആദ്യത്തെ നമ്പർ ഈവൺ നമ്പർ ആവുകയും വേണം. അപ്പോൾ ആദ്യം 2 എടുക്കുകയാണെങ്കിൽ 2ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ 8 വരിക. അതേപോലെ തന്നെ 6ഉം 2ഉം ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 8 തന്നെയാണ് കിട്ടുക. പിന്നെ അടുത്ത വരുന്ന ഈവൺ നമ്പർ ഏതാണ്? 4 ആണ്. 4ഉം ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. വേറെ ഏതെങ്കിലും പോസിബിലിറ്റീസ് വരുമോ? ഇല്ല. അതായത് 5ഉം 3ഉം 5ഉം വരാം. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ, ഈവൺ നമ്പർ മാറിയിട്ട് അത് ഓഡ് നമ്പർ ആവും. നമുക്ക് ആ പോസിബിലിറ്റി എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? 3 ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഒരു തവണ ഡൈ റോൾ ചെയ്യുമ്പോൾ 6 ഔട്ട്കംസ് ആണ്. 2 എണ്ണം ആവുമ്പോൾ 6 സ്ക്വയർ ആണ്. അതായത് 3 ഡിവൈഡഡ് ബൈ 36 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 1 3s are 3, 12 3s are 36. സോ 1/12 ഓപ്ഷൻ ഡി ആണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നമ്മൾ സെറ്റിന്റെ പുതിയൊരു 60 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെറ്റിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ആവശ്യമാണ്. അതായത് സിലബസ് എല്ലാം കവർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാനും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിനായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ 60 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. ഓരോ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ കാണുക. അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സിൽ പഠിച്ച കണ്ടന്റുകളെ ബേസ് ചെയ്തിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയറിലൊക്കെ സെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും ആണ് ഇതിൽ വരുന്നത്. അതുപോലെ മോഡൽ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിവിഷൻ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം മെന്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെന്ററിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും സെറ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങാത്തവര് എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മൾ HSST എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഒരു കമ്പൽസറി ക്വാളിഫിക്കേഷൻ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. Which one of the following is the inverse of the matrix 1 0 0 0 1 0 3 0 1? നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് 1 0 0 0 1 0 3 0 1 അതിന്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. രണ്ട് രീതിയിലൊക്കെ ചെയ്യാൻ നമുക്കറിയാം. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കിയതിന് ശേഷം ട്രാൻസ്പോസ് ചെയ്തതിന് ശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്? 1 0 0 0 1 0 3 0 1. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഐഡന്റിറ്റി മെട്രിക്സും കൂടെ ചേർത്ത് എഴുതാണ്. 1 0 0 0 1 0 0 0 1. ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഓക്കെ ആണ്. അവിടെ നമ്മൾ ഇനി ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതായിട്ട് ഇല്ല. തേർഡ് റോനെ നമ്മൾ എന്ത് ചെയ്യണം? 0 0 1 എന്നുള്ള ഫോമിലോട്ട് മാറ്റണം. അതില് അവസാനത്തെ രണ്ടെണ്ണം 0യും 1ഉം തന്നെയാണ്. അവിടെ ചേഞ്ചസ് ഒന്നും നമുക്ക് വരുത്താനായിട്ടില്ല. പിന്നെ എന്താ ചേഞ്ച് വരുത്തേണ്ടത്? ഈ 3നെ 0 ആക്കണം അല്ലെ? അപ്പൊ എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? R3 tends to R3 minus 3R1 ചെയ്താൽ മതി. അപ്പോ നമ്മുടെ മെട്രിക്സ് എങ്ങനെയായിട്ട് ചേഞ്ച് ആവും? 1 0 0 0 1 0. അവിടെ ഒന്നും ചേഞ്ച് വരുന്നില്ല. ഇവിടെ സൈഡിലും എന്ത് തന്നെയാണ്? 1 0 0 0 1 0. ആ രണ്ട് റോയ്ക്ക് നമ്മൾ യാതൊരു ചേഞ്ചസും വരുത്തുന്നില്ല. ഇനി എന്ത് ചെയ്യുക? R3 tends to R3 minus 3R1 ആണ്. അപ്പൊ 3 minus 3. അപ്പൊ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. Then 0 minus 0 into 3. അതും 0 തന്നെയാണ്. Then next one വരുന്നത് 1 minus 0 into 3. അതും എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരിക. ഇനി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് 0 minus 3 into R1. R1 എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പൊ 0 minus 3 into 1 എന്ന് പറയുമ്പോൾ -3 എന്ന് വരും. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ 0 minus 3 into 0. അതും 0 ആയിട്ട് വരും. Then ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 minus 3 into 0. അപ്പൊ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് എന്തായി? ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറി. അപ്പൊ ഈ സെക്കൻഡ് മെട്രിക്സ് ആണ് ഇൻവേഴ്സ് ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻവേഴ്സ്? അപ്പൊ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 0 1 0 -3 0 1. അപ്പോ ഏതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. -1 0 0 0 1 0 അതേപോലെ തന്നെ -3 0 1. ഇവിടെ ഓപ്ഷൻസ് ഷഫിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഫസ്റ്റ് മെട്രിക്സ് കേട്ടോ. ഫസ്റ്റ് മെട്രിക്സ്. ദെൻ ഇത് സെക്കൻഡ് മെട്രിക്സ്. ഈ ഒരു മെട്രിക്സ് ആണ് സെക്കൻഡ് മെട്രിക്സ് വരുന്നത്. തേർഡ് മെട്രിക്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 1 0 0
0 1 0 -3 0 1. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ഷഫിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് ഫസ്റ്റ് രണ്ട് റോയും 1 0 0 0 1 0 വന്നതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ അത് ട്രാൻസ്പോസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 + x² dy/dx + y = e raised to tan inverse x is. നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ എന്താണ് ഇക്വേഷൻ? ആ ഇക്വേഷൻ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാണ്. 1 + x² dy/dx + y = e raised to tan inverse x എന്നുള്ളതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ത്രൂ ഔട്ട് 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dy/dx എന്ന് വരും. ഫസ്റ്റ് ടേം dy/dx, കാരണം 1 + x² dy/dx ഡിവൈഡഡ് ബൈ 1 + x² എന്ന് പറയുമ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് dy/dx എന്ന് മാത്രമേ വരുള്ളൂ. പ്ലസ് y/1 + x² = e raised to tan inverse x divided by 1 + x² എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അതായത് e raised to integral p dx. അപ്പം e raised to integral p എന്ന് പറയുന്നത് എന്താ? dy/dx + py = q എന്നുള്ള ഫോമിലോട്ട് നമ്മൾ ഇക്വേഷൻ റീറൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ p എന്ന് പറയുന്നത് 1/1 + x² ആണ്. അപ്പോ ഇന്റഗ്രൽ 1/1 + x² എന്ന് പറയുന്നത് എന്തിന്റെ ഇന്റഗ്രേഷൻ? അതിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? tan inverse x ആണ്. അപ്പം e raised to tan inverse x ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് അത് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സൊല്യൂഷൻ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ e raised to integral tan inverse x ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെറ്റ് മാത്സിലെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സെറ്റ് തിയറിയിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റിയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്